ബഹുമാന്യരെ, മലയാളത്തിലെ മഹാനടൻ പത്മശ്രീ തിലകൻ തിരിതെളിയിച്ച പത്മശ്രീ തിലകന്റെ അക്ഷരജ്വാല നാടകം ആരംഭിക്കുന്നു. ഭൂമി തൻ മക്കളെ സ്നേഹിച്ച ഭൂതകാലത്തിൻ ചരാതിൽ വിണ്ണിൽ നിന്നാരോ പകർന്നു കൊളുത്തി മണ്ണിനെ വിണ്ണാക്കുമഗ്നി അതിലൊരു കണിക വന്നലിവുള്ള ഹൃദയത്തിൽ അമരപ്രതീക്ഷകൾ തീർത്തു. ആദിമ ശ്ലോകത്തിൽ അവരുടെ ശോകത്തിൽ അറിവിന്റെ പൂമരം പുത്തു. ആദിമ ശ്ലോകത്തിൽ അവരുടെ ശോകത്തിൽ അറിവിന്റെ പൂമരം പൂത്തു. മണ്ണിൽ പതിച്ചൊരി അക്ഷരപ്പൂകൾക്കുള്ളിലുണ്ടാദിത്യ ശോഭ. മണ്ണിൽ പതിച്ചൊരി അക്ഷരപ്പൂകൾക്കുള്ളിലുണ്ടാദിത്യ ശോഭ. തളരാതെ ഊതിയുണർത്തുക നാമിനി സ്നേഹത്തിനക്ഷരജ്വാല. തളരാതെ ഊതിയുണർത്തുക നാമിനി സ്നേഹത്തിനക്ഷരജ്വാല. 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 ബഹുമാന്യരെ, പത്മശ്രീ തിലകന്റെ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന പുതിയ നാടകം വേറിട്ട കാഴ്ചകൾ. മര്യാദക്കൊരു ഭാഗത്ത് അടങ്ങിയൊതുങ്ങി ഇരുന്നോണം. നിന്നെ അനുസരിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്നേഹപ്പെട്ട എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചകളിലേക്ക് സ്വാഗതം. പതിവിന് വിപരീതമായി ചങ്കുലയ്ക്കുന്ന ഒരു വ്യത്യസ്ത കാഴ്ച നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. 80 കഴിഞ്ഞ വൃദ്ധ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഹൃദയഭേദകമായ കാഴ്ച. മരുമകൾ അമ്മായിയമ്മയെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന കാഴ്ച. അവർക്ക് ഒറ്റ മകനേ ഉള്ളൂ. ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ആ അമ്മ വല്ലാതെ കഷ്ടപ്പെട്ടാണ് മകനെ വളർത്തിയതെന്ന് പറയുമ്പോൾ അതൊരു സ്ഥിരം ക്ലീഷേ വാക്കായി മാറി. ഇത്തരം കാഴ്ചകൾ മലയാളിക്കെന്നും ക്ലീഷയായി മാറിക്കഴിഞ്ഞു.
വേറിട്ട ജീവിതങ്ങൾ തേടി പോവുകയും ഇത്തരം കാഴ്ചകൾ ചിത്രീകരിച്ച് പ്രേക്ഷകരിലെത്തിക്കുക എന്നതാണ് നമ്മുടെ രീതി. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ക്യാമറ ഒളിപ്പിച്ചു വെച്ച് പകർത്തിയ സത്യദർശനമാണ്. ആ അമ്മയുടെ മകൻ ഇന്നൊരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ പേരന്റ്സ് മീറ്റിംഗിൽ ചെന്ന് ഞാൻ നാണം കെട്ടതാ. അനഘ, ആ മുറി അടയ്ക്കുക, അകത്തൊന്നും കുറ്റിയിടണ്ട. മക്കളെ, അസന്ധ്യാവന്തനം ഒന്ന് വെച്ച് തരുമോ? സന്ധ്യാവന്തനമല്ല, മിണ്ടിപ്പോകരുത്. മൂത്രം നാറിയിട്ട് ഇവിടെ നിൽക്കാനൊക്കത്തില്ല. അതെങ്ങനെയാ നാർത്തത് മടക്കുന്നത് അറിയുമോ നിനക്ക്? മോനിങ്ങി വരട്ടെ, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. മോൻ വന്നു. ഇത് കണ്ടോ? എന്ത് കനകമാണേലും പിള്ളേര് പഠിച്ചിട്ട് വന്ന് കഴിച്ചോളൂ. നീ കുടിക്കാൻ എന്തെങ്കിലും അതിനു മുമ്പ് ഇന്ന് എനിക്ക് ചില തീരുമാനം എടുക്കണം. എന്താടി? ദേ നിൽക്കുന്നത് കണ്ടില്ലേ, ഒരു മുതുപിശാച്. ഞാൻ സഹിച്ചു മടുത്തു. വൃത്തിയില്ല, പറഞ്ഞനുസരിക്കില്ല, ബാത്റൂമിൽ പോയാൽ വെള്ളം ഒഴിക്കില്ല, നിൽക്കുന്നിടത്ത് അങ്ങ് തുപ്പിയേക്കുവാ. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോഴേ ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞാൽ കേക്കില്ല, നിൽക്കുന്നിടത്ത് നിന്ന് തനിയെ അങ്ങ് പോവാ. രണ്ടു കുട്ടികളുള്ള വീടാ. ഇക്കണക്കിന് പോയാ എന്റെ മക്കളെ വല്ല തീരാവ്യാധി വന്ന് ചാകും. ദേ ഇന്ന് 3 തവണയാ ഇതിനോടൊക്കെ ഞാൻ ഡെറ്റോൾ ഒഴിച്ചോടെ തുടച്ചത്. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ് ഇവര്. ഒരാള് നോക്കാനുണ്ടെന്ന് പറഞ്ഞു മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കാൻ പറഞ്ഞ കുറച്ചു നേരം ഇരുന്നിട്ടോ എന്ന് പറയും. അതിനകത്ത് ആരായിട്ടിരിക്കുന്നെന്ന്. ആരാ? ഇവരുടെ കാമുകൻ. നിങ്ങളെ എന്തിനാത്തല്ലേ ഉമ്മർത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? കയറി അകത്ത് പോ. പറഞ്ഞത് കേട്ടില്ലേ? പ്രശ്നങ്ങളാ, നീ അങ്ങോട്ട് ക്ഷമിക്കേ. എന്താണ് പ്രായത്തിന്റെ പ്രശ്നം? തന്നെത്താൻ എഴുന്നേറ്റ് നടന്ന ദിനചര്യകളൊക്കെ ചെയ്യുമ്പോ ഇത്ര പ്രശ്നം. അപ്പൊ പിന്നെ ഇതൊക്കെ കിടന്നാലോ? ഞാൻ സഹിച്ചു മടുത്തു. ഇങ്ങനെ പോയി ഞാൻ എന്തെങ്കിലും കടുകை കാണിക്കും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. ചേട്ടാ, നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അമ്മ ഇല്ലാതാകും. ഒന്നുകിൽ ഞാൻ അവരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാകും. അമ്മ ഇനി ഏറിയാൽ എത്ര കാലത്തേക്കാ? നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതൊന്നും ചാകുകയെന്ന് മറ്റുള്ളവർക്ക് ശല്യമായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഞാനെന്റെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോയേക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയെ അതിൽ വൃദ്ധസദനത്തിലാക്കിയാലോ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? അതിനൊക്കെ വരുമാനമുണ്ടോ നിങ്ങൾക്ക്? 2 മക്കളെ മുന്തിയ സ്കൂളിൽ പഠിക്കുന്നു. അവരുടെ ബസ് കാശ്, ഫീസ്, ട്യൂഷൻ, ഇതിനൊക്കെ പുറമെ ആ കളവിയെ തീറ്റി പോറ്റാൻ മാസാമാസം ഒരു തുക കൊടുക്കാനുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? അവര് ജീവിച്ച് കഴിഞ്ഞവരാണെന്ന്. നീ എന്തായി പറഞ്ഞു വരുന്നേ? ഇതിപ്പോ ഒരു സാമൂഹിക ദുരന്തമാ. കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 65% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാ. കേരളം വയസ്സായിക്കൊണ്ടിരിക്കുക. നമുക്കും വയസ്സാകും. അതുവരെ സ്വസ്ഥമായി ജീവിക്കട്ടെ. നിങ്ങളുടെ 2 മക്കളുടെ കാര്യം ഞാൻ നോക്കും. ആ കിളവിയുടെ പിന്നാലെ നടക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? അനുസരിക്കുമോ? ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് അന്നദാനപ്പുരകളുണ്ട്. നമ്മൾ അവരെ ദൂരെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കളയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗുരുവായൂരും ഓച്ചിറയിലും ഒക്കെ ഒരുപാട് വൃദ്ധര് ഇങ്ങനെ കൊണ്ട് കളയുന്നതാ. ഒരു കണക്കിന് പറഞ്ഞ കളയുകയല്ല, ഭഗവാനെ ഏൽപ്പിക്കുക. അവിടെയൊക്കെ ഒരുപാട് വൃദ്ധരുണ്ട്, അവർക്കിടയിലേക്ക് ജീവിച്ചോളും. അല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും. ആ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അമ്മ എന്തിയെന്ന് ബന്ധുക്കൾ ആരെങ്കിലും ചോദിച്ചാ കളഞ്ഞു പോയെന്ന് പറയണം. ഗുരുവായൂരോ ഓച്ചിറയിലോ കൊണ്ട് കളയരുത്, പഴനിയിലോ തിരുപ്പതിയിലോ കൊണ്ട് കളയണം. അപ്പൊ ആരും അറിയില്ല. പിന്നെ നാട്ടുകാരെ ബന്ധുക്കളെയൊക്കെ ബോധ്യപ്പെടുത്താൻ കാണാനില്ലെന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കണം. നമ്മൾ അമ്മയെ ക്ഷേത്ര നടയിൽ വെച്ച് മറന്നു പോകും. സമാധാനിക്കാം, ഭഗവാനെ ഏൽപ്പിച്ചു വന്നു.
മനസ്സിന് വയസ്സാകുന്നു. കേരളീയരുടെ മനസ്സ് അണുകുടുംബം പോലെ ചെറുതാകുന്നു. ഇന്ന് വൃദ്ധസദനങ്ങൾ കച്ചവടമാകുന്നു. മതങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരുണ്യത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന അനാഥാലയങ്ങൾ അവയവ കച്ചവടത്തിന്റെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് കീറിപ്പടിക്കാൻ ശവങ്ങളെത്തിക്കുന്ന മാഫിയ സംഘങ്ങളായി മാറിക്കഴിഞ്ഞു. ചിലർക്കെങ്കിലും കോടികൾ വരുമാനമുള്ള ബിസിനസ്സാണ് അനാഥാലയങ്ങൾ. ഇവിടെ വൃദ്ധരെ സംരക്ഷിക്കാൻ നിയമങ്ങളില്ലാഞ്ഞിട്ടാണോ? നിയമങ്ങളെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ, നടപടിക്രമങ്ങളാണില്ലാത്തത്. അതാ ക്ഷേത്രനടയിൽ അമ്മയുമായി മകനും ഭാര്യയും. കാഴ്ചകളിലേക്ക്. திருப்பரங்குன்றத்தில் நீ சிரித்தால் முருகா திருத்தணி மலை மீது எதிரொலிக்கும் திருப்பரங்குன்றத்தில் நீ சிரித்தால் முருகா திருத்தணி மலை மீது അവർ ചെരുപ്പ് മറന്നില്ല, കാരണം അതിന് വിലയുണ്ട്. അവൻ്റെ കാറ് മറന്നില്ല, അതിൽ ലക്ഷങ്ങൾ വിലയുണ്ട്. എന്തിനവർ കുട പോലും മറന്നില്ല. എന്നാൽ അവർ മറന്നു ഒരു വിലയുമില്ലാത്ത അമ്മയെ. മലയാളി അവൻ്റെ മനസ്സിനെ ബാധിച്ച ഭീകരമായ ഈ മറവി രോഗത്തെ എങ്ങനെ ചികിത്സിക്കും? ക്യാമറ ഒളിപ്പിച്ചു വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് വിനയായേക്കാം. എല്ലാ മനസ്സിനും ഇത്തരം കാഴ്ചകളിലേക്ക് തുറക്കുന്ന ഒരു ക്യാമറ കണ്ണ് കരുതി വെക്കുക. പരിഷ്കൃത സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ദുരന്ത കാഴ്ച ഇനി അടുത്തയാഴ്ച. വ്യത്യസ്ത കാഴ്ചകളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി. വേറിട്ട കാഴ്ചകൾ. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ കെ ജയകുമാർ IAS, രാജീവ് ആലുങ്കൽ. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ. ആലാപനം പ്രശാന്ത് പുതുക്കരി, അഭിലാഷ് രാമ, ശുഭ രഘുനാഥ്. റെക്കോർഡിംഗ് കണ്ണൻ, രവീസ് ഡിജിറ്റൽ, കായംകുളം. രംഗപടം കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ. രംഗോപകരണങ്ങൾ ഷാലു ലാസ. ശബ്ദവും വെളിച്ചവും സലിം സൗണ്ട്സ്, വിളഭാഗം വർക്കല. ദീപസംവിധാനം ഗോപൻ പെരുമ്പാവൂർ. കോറിയോഗ്രാഫി സൃഷ്ടി സുരേഷ്, നന്ദു സുരേഷ്. കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല. സഹസംവിധാനം ബിജു കലാവേരി. ഈ നാടകത്തിൽ വേഷമിടുന്നവർ: തോമ്പിൽ രാജശേഖരൻ, പ്രകാശ് കാർത്തിക, ബിജു മുണ്ടക്കയം, ബിനാംസി, ചാന്ദിനി അബ്ബാസ്, ബിന്ദു ബിജു. അണിയറയിൽ പ്രവർത്തിക്കുന്നവർ: പ്രവീൺ പാലോട്, ശരത് പാലോട്, പ്രഭാകരൻ മണിമല, സുനിൽ. ഓഫീസ് നിർവഹണം ചിറയകം പ്രേംകുമാർ. സഹായി ഷിജു ചടയമംഗലം. സാരഥി മോൻകുട്ടൻ അമ്പലപ്പുഴ. നിർമ്മാണ നിർവഹണം സി രാധാകൃഷ്ണൻ. സംവിധാനം വത്സൻ നിസരി. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ. ഹലോ, അതെ, സേതുരാമന്റെ വീടാ. ആരാ? ഹലോ, എന്താ പറഞ്ഞത്? ദൈവമേ, എപ്പോ? എങ്ങനെ?
അത് പിന്നെ നമ്മുടെ രത്നാകരൻ എന്താണെന്ന് പറ്റി? മരിച്ചു പോയെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അയ്യോ! മര്യാദകൾ പറയുന്നു. അവൻ എന്റെ അടുത്തിരുന്നല്ലേ ഒന്നര കുറ്റി പുട്ടി വാറ് പപ്പടവും 1 കിലോ ചെറുപയർ തിന്നിട്ട് ഇറങ്ങിപ്പോയത്. അരമണിക്കൂറായി കാണത്തില്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിനക്ക് തോന്നിയായിരിക്കും. അല്ല, അങ്ങനെ എന്നാ പറഞ്ഞത്? ആരാ വിളിച്ചത്? അത് പറഞ്ഞില്ല. ഇതാ ഇപ്പൊ നന്നായി. നീ ഒരു അധ്യാപിക കൂടി. ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണ്ടേ? ചോദിച്ചു, അപ്പോഴേക്ക് ഫോൺ വെച്ചു. ഓ, കാട്ടൂരെ അമ്മാവനാ. ഹലോ അമ്മാവ. കുഞ്ഞെ രത്നാകരനുണ്ടോടോ അവിടെ? ഇല്ല അമ്മാവ. ഇവിടെ ഒരു ഫോൺ വന്നു, രത്നാകരൻ മരിച്ചുപോയെന്നും പറഞ്ഞ്. ആരാ എന്താണെന്നൊന്നും പറഞ്ഞില്ല, ഫോൺ വെച്ചു. നീ ഒന്ന് അന്വേഷിച്ചിട്ട് വേഗം വിളിച്ച് വിവരം പറ. ശരി അമ്മാവ. നിങ്ങൾ ആ രത്നാകരനെ ഒന്ന് വിളിയെന്നേ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എന്താ അമ്മേ, എന്താ വല്ലാണ്ടിരിക്കുന്നത്? മക്കളെ, ഇപ്പൊ ഇവിടെ ഒരു ഫോൺ വന്നു. ചിറ്റപ്പൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. ഇവിടെ മാത്രമല്ല, അങ്ങ് കാട്ടൂരും വിളിച്ചു പറഞ്ഞു. ഓ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വണ്ടി എടുത്തോണ്ട് വന്ന് അന്വേഷിക്കട്ടെ അച്ഛാ? എവിടാണെന്ന് അറിയില്ല. ആരാ വിളിച്ചത്? പേര് പറഞ്ഞില്ല. അവനെ എന്നും രാവിലെ കയറാറില്ല, പോറ്റോട്ടിലില്ലേ, അവിടെ എങ്ങ് വിളിച്ചു നോക്കിക്കേ. എന്നും അവനവിടെ കയറുന്നതല്ലേ. ഇവിടുന്ന് ഒരു ചുമരം കഴിച്ചോണ്ട് പോയവരോ? ഇതൊക്കെ എവിടെ ചെല്ലുന്നത് ഞാൻ ചോദിച്ചതാ. എന്നാലും ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നേ. ഹലോ ഗജപതി, ഞാനാണോ സേതുരാമൻ. ഇവിടെ എന്റെ അനിയൻ രത്നാകരൻ അവിടെ വന്നിരുന്നോ? എത്ര നേരമായി? അത് ശരി. ഒന്നുമില്ല. എന്താ, എന്ത് പറ്റി? 2 തെറ്റ് പൂരി മസാലയും കഴിച്ച് പറ്റുമുക്കി പതിച്ചിട്ട് 15 മിനിറ്റ് മുമ്പ് ഇറങ്ങിപ്പോയത്. ഓ, ഒരു അപകടം ഉണ്ടാകാൻ എത്രമാത്രം സമയം വേണു? ആ, നിങ്ങളെ നമ്മുടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് കല്ലേലെ ഉണ്ണിയില്ലേ, അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അവൻ അറിയാതിരിക്കില്ല. ഹലോ ഉണ്ണി, എന്നാ ഞാനാ സേതു. ചേട്ടാ, എവിടെ വെച്ചായിരുന്നു? മരിച്ചുപോയെന്നേ പറഞ്ഞുള്ളൂ. ആരാ എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ആ പന്തല് ശശിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എവിടെയൊക്കെ പന്തലിടണം എന്നൊക്കെ അവനോട് പറഞ്ഞാൽ മതി. പിന്നെ ഞാനൊരു മൈക്കുകാരനെ അറേഞ്ച് ചെയ്യട്ടെ? അനൗൺസ് ചെയ്യിക്കാനാണേ, നാട്ടുകാരെ അറിയിക്കണ്ടേ. പിന്നെ ഫ്ലെക്സ് എത്ര എണ്ണം അടിക്കണം ചേട്ടാ? ശരീരം വല്ലാതെ വരുന്ന പോലെ. കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട. ഗുണമില്ലാത്തവനായിരുന്നെങ്കിലും കൂടപ്പറപ്പല്ലായിരുന്നു. എങ്ങും അലഞ്ഞു തിരിഞ്ഞ് പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം. മോളെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന്. ഇന്ന് അവിടെ വിവാഹം ഉറപ്പിക്കണമെന്ന് പറഞ്ഞതാ. ശങ്കരനാമനോട് അച്ഛനോട് വിളിച്ച് പറയണ്ടേ അച്ഛാ? ഹലോ ശങ്കർ. അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നയ്യോ. നിങ്ങളിങ്ങനെ ഇരുന്നാ മതിയോ? എല്ലാവരും വിവരം അറിയിക്കുന്നേ. ആ കരയോക്കാരോടൊന്ന് വിളിച്ച് പറയുന്നേ. അയ്യോ, അതൊക്കെ ഉണ്ണി വന്നിട്ട് പറയൂ, അതുപോലെ ചെയ്യേ. നിങ്ങളിങ്ങനെ ഇരുന്നാലോ? നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചറിയിക്കുന്നേ. സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക്? ആദ്യം ഞാൻ ഈ വാർത്തയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടോട്ടെ. അരമണിക്കൂർ മുമ്പ് ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിപ്പോയ അനിയൻ എവിടെ വെച്ച്, എങ്ങനെ? നീ എന്താ ചേട്ടാ? എടാ, ഏതോ നന്ദനക്കാരി പിടിച്ചു പറഞ്ഞടാ നീ മരിച്ചു പോയത്. ഇവിടെ വല്യമ്മാവന്റെ അവിടെ കല്ലേരി ഉണ്ണിയൊക്കെ വിളിച്ചു പറഞ്ഞടാ. അത് പിന്നെ മറ്റാരുമല്ല ചേട്ടാ, ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞത്. അതെ, സത്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺസൺ മുരളീധരവാരി കബഡി വെച്ചിട്ട് പറഞ്ഞു ഒരു മരണം ചുറ്റിനും കിടന്ന് കറങ്ങുന്നുണ്ടെന്ന്. അതുകൊണ്ട് മരിച്ചുപോയെന്ന് പ്രചരിപ്പിച്ച
ആ ദോഷം മാറിക്കിട്ടു ആയുസ് നീട്ടി കിട്ടുമെന്ന്. സംഗതി പൊളിച്ചല്ലേ? ഇതിന്റെ പേരാണ് തന്തലാരി എന്ന്. കുടുംബത്തെ പറയിക്കാൻ, അച്ഛനെ പറയിക്കാൻ, നാണം കേട്ട നാറി. നിന്റെ ചാക്കാലെ ആഘോഷിക്കാൻ 12 വരെ അപ്പുറത്ത് കിടക്കുന്ന പറഞ്ഞു വരണവരെ മക്കളെ വല്യമ്മാനെ വിളിച്ചു പറ. ഏതോ വിവരദോഷികൾ വിളിച്ചു പറഞ്ഞതാ അവനിവിടെ ഉണ്ടെന്ന്. ഇവനാ വിളിച്ചു പറഞ്ഞൊന്നും പറയില്ല. അങ്ങനെ ഇവിടെ വന്ന് ഇവനെ കൊല്ലും. അയ്യോ ദേ നീ ചത്തില്ല. ചതിച്ചോ? എടാ കല്ലേനുള്ളിൽ വേഗം വിളിച്ചു പറഞ്ഞ ചത്തില്ല. നിനക്ക് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ്. ഞാൻ പറയാം. ഇത്രയാക്കണം നീ കാണിക്കണ്ട. നീ ഇതിന്റെ പേര് പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്നാ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും. എന്റെ അമ്മോ ഭാഗ്യേ മോൾ അവരെയൊന്നും വിളിച്ചറിയിക്കാതിരുന്നത്. ഒരു ജോലിയും ഇല്ലാതെ സപ്താഹ സദ്യ കൊണ്ട് ഇങ്ങനെ തെക്കോടൊക്കെ നടന്നാ മതിയല്ലോ രത്നാകരന്. ദേ അകത്തുനിന്ന് ഇപ്പൊ ഭാഗവത പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതെന്ത് കൊള്ളയ്ക്കാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. കൂടെ പറപ്പായി പോയില്ലേ, ദൈവത്തല്ലേ പറ്റൂ. അല്ല മോളുടെ കാര്യം സംസാരിക്കാൻ വരുമ്പോ എങ്ങനെയാ തോന്നു? അല്ല നമുക്ക് കിനാവ് പോലും കാണാൻ കഴിയുന്ന ബന്ധാണേ. കേരളത്തിലെ പ്രശസ്തമായ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് അവരുടെ മകൻ. കുട്ടികൾ 6-7 വർഷമായി പരസ്പരം ഇഷ്ടത്തിലാണെന്നല്ലേ പറഞ്ഞത്? മോന്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാ, അല്ലെങ്കിൽ അവര് സമ്മതിക്കുമായിരുന്നോ? അനില പറഞ്ഞു അദ്ദേഹം വരുമ്പോ നിങ്ങൾ ഒരുമാതിരി വലിയ ആളാണെന്നുള്ള രീതിയിലൊന്നും അവരാ പറഞ്ഞത് ഓർമ്മ. നമസ്കാരം. കല്യാൺ റാം അറിയാം, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ശങ്കർ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നോട്ട് ബാഡ്. കുട്ടികൾ തമ്മിൽ 5-6 വർഷമായി പരിചയം, പാസം, കാതൽ എന്നൊക്കെ ഇഷ്ടം. ബിസിനസ്കാരനായതുകൊണ്ട് വല്ലാത്ത ഭക്തനാണ്. എല്ലാ ഭാഗ്യങ്ങൾക്കും കാരണം കടവുൾതാ സേതുരാമനെ അവിശ്വാസിയായ കുട്ടിയുടെ ജാതകം വേണമെന്ന് നിർബന്ധം പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട്. ജീവിതം വെച്ച് ഗെയിം കളിക്കുന്നതിൽ താല്പര്യമില്ല. എനിക്ക് മോളുടെ ജാതകം എവിടെ? ശങ്കർ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. പാവം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അവളെ. ഈ ജാതകത്തിനൊരു പ്രശ്നമുണ്ട് സാർ. നിങ്ങളുടെ മകൾക്ക് വൈധവ്യയോഗം. നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യുന്ന പുരുഷൻ വിവാഹശേഷം ഏറിയ ഒരാഴ്ച കാണിപ്പയ്യൂരിനെ പോലെ പ്രശസ്തരായ 7 ജ്യോതിഷികൾ നോക്കിയ ജാതകം. എല്ലാരും ഒരുപോലെ പറയുന്നു അപകടമെന്ന്. ഇത് പുതിയ കാലമാണ്. കാലം അതൊക്കെ നമുക്കറിയും. വിശ്വാസം അതുതാ മുഖ്യം. ശങ്കർറാം എന്ത് പറയുന്നു? കാണിപ്പയ്യൂരോ ഇവിടുത്തെ ജ്യോതിഷന്മാരോ അല്ല എന്റെ മോളെ ഇഷ്ടപ്പെട്ടത്, ശങ്കർറാമാണ്. മോനെ നീ ബാംഗ്ലൂർ IIT പഠിച്ചവനല്ലേ, അതിനുശേഷം ബയോടെക്നോളജി ഡോക്ടറേറ്റ് എടുത്തവനല്ലേ. ഇത്തരം അന്ധവിശ്വാസങ്ങളെ നിശബ്ദം അംഗീകരിക്കേണ്ടവരാണോ നീ? മിസ്റ്റർ സേതുരാമൻ, ഞാൻ ആദ്യമേ പറഞ്ഞു ജീവിതം വെച്ച് ഗെയിം കളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന്. ജീവിതത്തിൽ ഞാൻ എന്ത് തുടങ്ങുന്നതും അവരോടൊക്കെ ചോദിച്ചിട്ടാ. നിങ്ങളുടെ മകളെ വിവാഹം ചെയ്താൽ
എന്റെ മോൻ മരണപ്പെടുമെന്ന് പറഞ്ഞാൽ? സാറെ, ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാലമായത്. സൗരയൂഥത്തിനപ്പുറം വേറെ ഗ്രഹങ്ങളുണ്ടെന്നും സൂര്യനെ പോലെ നിരവധി സൂര്യന്മാരുണ്ടെന്നും ശാസ്ത്രം തെളിയിച്ച ഈ കാലത്ത് പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടി, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, നീ ഇവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ഒരാഴ്ചയല്ല ഒരു ദേവതയെ ജീവിച്ചിരിപ്പുള്ളെങ്കിലും പിന്മാറില്ല. അങ്ങനെ ചിന്തിക്കാൻ എനക്കൊരു മകനേ ഉള്ളൂ സേതുരാമൻ. ഈ ജാതകം പരിശോധിക്കുക. ഏതെങ്കിലും ജ്ഞാനമുള്ള ജ്യോതിഷി ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞാൽ, തെളിയിച്ചാൽ ഉറപ്പായും എന്റെ മോൻ ഈ മോളെ കെട്ടും. ക്ഷമിക്കണം സേതുരാമൻ, തിരക്കുണ്ട്. ഗുഡ് ബൈ ശങ്കർറാം. Still, I love you. മരണം വരെ, മരണം വരെ. മലയാളി അവന്റെ ജീവിതത്തിന്റെ തലക്കീഴിൽ ഇങ്ങനെ ചില അപകടങ്ങൾ സൂക്ഷിച്ചു വെക്കുക. വ്യത്യസ്ത കാഴ്ചകൾ തേടിപ്പോകുന്ന സേതുരാമൻ. അനില, അവൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ മാരേജ് ബ്ലസ് ചെയ്യുമ്പോൾ പുരോഹിതർ പറയും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, എന്തിനും മരണത്തിൽ വരെ. അതാണ് സ്നേഹം. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയാത്തവന് സ്നേഹിക്കാനാകുമോ? അവൻ ഇഷ്ടപ്പെട്ടത് നിന്നെയല്ല. ആയിരുന്നെങ്കിൽ കഴിഞ്ഞ രാത്രി നീ ഉറങ്ങിയില്ല, ആഹാരം കഴിച്ചില്ല, ഒക്കെ നിന്റെ അമ്മ പറഞ്ഞു. രാവിലെ നിന്റെ അമ്മ രത്നാകരനെ കൂട്ടി ജാതകം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ നിർബന്ധത്തിന്. അത് പിന്നെ അച്ഛാ, അവര് പറയുന്നൊക്കെ സത്യമാണെന്നുള്ളതിന് നമുക്കെന്താണ് ഒരു ഉറപ്പ്? ഒരുപക്ഷെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിലോ? അങ്ങനെ ഒരു ആശങ്ക നിനക്കുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അവന്റെ സ്നേഹത്തിൽ നിനക്ക് സംശയമുണ്ടോ? ആത്മാർത്ഥതയിൽ സംശയമുണ്ടോ? ഇല്ല, എനിക്ക് ശങ്കർറാമിനെ അച്ഛനേക്കാൾ വിശ്വാസമാണ്. എന്നെയും അയാളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലും അന്യായമാണ്. ജന്മം തന്ന് 27 വർഷം വളർത്തിയ എന്നെക്കാൾ നിനക്ക് അവനിൽ വിശ്വാസം. ആയിക്കോട്ടെ. അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിന്റെ കയ്യിലിരിക്കുന്ന ചെറിയ അളവ് പോലും വെച്ച് എന്റെ സ്നേഹത്തെയോ വിശ്വാസത്തെയോ അളക്കണ്ട. ഞാനത് ചോദിച്ചില്ല. അവനെ അവിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് നിനക്ക് സംശയം? ഒരുപക്ഷെ ശങ്കർറാമിന്റെ അച്ഛൻ. നമ്മൾ അവരെക്കാൾ ജാതീയമായി പിന്നിൽ, സാമ്പത്തികമായി വളരെ പിന്നിൽ. അപ്പൊ പിന്നെ നടക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എങ്ങാനും. എന്റെ ഒരു സംശയമാണ്. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം അവനെത്തി. അയാൾ പറഞ്ഞില്ലേ അത് ശരിയാണെന്ന്? ഈ സ്റ്റുപ്പിഡിറ്റി നീ വിശ്വസിക്കുന്നുണ്ടോ? ഉന്നതമായ സാംസ്കാരിക ബോധമുള്ള ഒരു കുടുംബമാണ് നമ്മുടേത്. എന്റെ മുത്തച്ഛൻ ധർമ്മരത്നം ചെല്ലപ്പൻ പിള്ള എന്ന് അറിയപ്പെട്ടിരുന്നത്. വാക്പടാനന്ദന്റെ ശിഷ്യൻ, സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനി, സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹമാണ് ഈ വീടിന് ഭാരതരത്നം എന്ന് പേരിട്ടത്. എൻ്റെ അച്ഛനും ആ പാത പിന്തുടർന്നു. ഞാനും ഇതുവരെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വിശ്വാസം. പുരോഗമനപരമായി ചിന്തിക്കുകയും വേറിട്ട് ചില കാഴ്ചകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിതമാണ് എൻ്റേത്. എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത, ദഹിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്കറിയേണ്ടത് നിന്റെ അഭിപ്രായമാണ്. എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചെന്നാണ് നിന്നെ ഞാൻ വളർത്തിയത്. ജയന്നൂലാണ് നീ പഠിച്ചത്. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രിക.
എനിക്കിതിലൊന്നും വിശ്വാസമില്ല അച്ഛാ എന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഈ നിമിഷങ്ങൾ അതായിരിക്കും നിനക്ക് അച്ഛന് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. മകളുടെ ജീവിതത്തിൽ വിധി അന്ധവിശ്വാസത്തിന്റെ രൂപത്തിൽ തടസ്സമായാൽ ഏതൊരു പിതാവും ഒന്ന് പതറിപ്പോകും. ശങ്കർറാവിന്റെ അമ്മായിയപ്പനാകായതൊക്കെ ഞാനും വെറുതെ കിനാവ് കണ്ടുപോയി മക്കളെ. അത്യാഗ്രഹമല്ലായിരുന്നു, ജീവിതത്തിന്റെ വഴിത്താരയിൽ ഇങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട്. നീ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്. നിന്റെ ചുറ്റും കിടന്ന് നൃത്തമാടുക എന്റെ കിനാവുകൾ.